ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ചിട്ട് ഏതാണ്ട് 33 ദിവസം പിന്നിടുകയാണ്. ഈ സീസണിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമദർശനം സാധ്യമായ ഒരു കാലയളവായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. മാധ്യമങ്ങളും അതുപോലെ തന്നെ വന്നുപോയ ഭക്തന്മാരും വളരെ സന്തോഷപ്രദമായിട്ടുള്ളൊരു അനുഭവമായിട്ട് ഈ തീർത്ഥാടന കാലം കാണുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യം തരുന്ന ഒരു സംഗതിയാണ്. ഈ വർഷം ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, പിന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിലും മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഇൻകം ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതുവരെ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 210 കോടി രൂപ ആകെ വരുമാനം വന്നിരിക്കുകയാണ്. ഈ 33 ദിവസം കൊണ്ട് ഏതാണ്ട് 210 കോടി രൂപ വരുമാനം വന്നിരിക്കുന്നു. അതിൽ തന്നെ അതിൻ്റെ പകുതിയിലേറെ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെയാണ് വന്നിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിലൊക്കെ ആദ്യ വാരങ്ങളിൽ അരവണയുടെ വിൽപ്പനയിൽ പ്രത്യേകിച്ചൊരു നിയന്ത്രണവും വരുത്തിയില്ല. കാരണം ആവശ്യത്തിലേറെ കരുതൽ ശേഖരത്തോടു കൂടിയിട്ടാണ് ഈ വർഷത്തെ സീസൺ ആരംഭിച്ചത്. ഏതാണ്ട് 45 ലക്ഷത്തോളം കരുതൽ ശേഖരത്തോടു കൂടിയാണ് ആരംഭിച്ചതെങ്കിലും അഭൂതപൂർവമായിട്ടുള്ള ഈ വിൽപ്പന ഓഫ് ടേക്ക് കാരണം ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിച്ചത് 3-3.5 ലക്ഷമൊക്കെ പോകുമെന്നുള്ള സ്ഥലത്ത് 4 ലക്ഷത്തിന് മേൽ ശരാശരി വിൽപ്പന എന്നുള്ളതാണ് അരവണയിൽ നമ്മൾ കണ്ടത്. അത് കരുതൽ ശേഖരത്തെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ശോഷിപ്പിക്കുന്നതിന് കാരണമായി. ഇപ്പോൾ കരുതൽ ശേഖരമുണ്ട്, ഏതാണ്ട് 10 ലക്ഷത്തിലേറെ കരുതൽ ശേഖരമുണ്ട്. എങ്കിൽ പോലും മണ്ഡല പൂജ എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന വർധനവും ഒക്കെ കണക്കിലെടുത്ത് ഒരു ആളിന്, ഒരു ഭക്തന് 20 അരവണ ആയിട്ട് നമ്മൾ തൽക്കാലം ഒരു ചെറിയ ഒരു ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. അത് എല്ലാവർക്കും കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കാരണം എല്ലാവരും 40ഉം 60ഉം ഒക്കെ വാങ്ങിക്കൊണ്ട് പോയാൽ ബാക്കിയുള്ളവർക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ അയ്യപ്പന്മാർക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവരത് സ്വീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മണ്ഡല പൂജയ്ക്ക് വേണ്ടിയിട്ട് 26 കഴിഞ്ഞ് 27-ാം തീയതി നട അടച്ചാൽ 2-3 ദിവസം ഉണ്ടാകും. ആ ദിവസം കൊണ്ട് കുറച്ചും കൂടി ഒരു കരുതൽ ശേഖരം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും.